കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നതാണ് ഞാൻ വരുന്നത്. എൻ്റെ സഹോദരി ഇവിടെ ഉണ്ട്. പുള്ളിക്കാരിയുടെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ട് എന്നും എല്ലാം ഞാൻ അറിയുന്നത്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ എൻ്റെ സഹോദരിയുമായി ഞാൻ പങ്കിട്ടു. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. അത് 2 പേർ. മൂത്ത മോനെ എഞ്ചിനീയറിങ്ങിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി. ഇളയ മോനെ പോളിടെക്നിക്ക് പഠിച്ച് പാസ്സായി നിൽക്കുന്നു. 2 പേർക്കും ജോലിയില്ല. വീട്ടിൽ വളരെയേറെ പ്രശ്നങ്ങളുണ്ട്. പപ്പായ്ക്ക് മക്കൾക്ക് ജോലി കിട്ടാത്തതിലുള്ള ഭാരങ്ങൾ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് വളരെയേറെ വിഷമവുമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടിയില്ല. എന്തുകൊണ്ട് അവൻ പല ഇന്റർവ്യൂവിനും പോയി, എങ്ങും ജോലിയായില്ല. അങ്ങനെ ഞാനിവിടെ വന്നു. എൻ്റെ സഹോദരിയുടെ മോളുടെ പ്രസവത്തിനായിട്ട് വന്നതാണ്. ഒരാഴ്ച ഇവിടെ വന്ന് നിന്നു. പെട്ടെന്ന് എൻ്റെ ഇളയ മോനെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടു, അവിടെ ഒരു കോഴ്സ് പഠിക്കുവാനായിട്ട്. അവിടെ 1 മാസം നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോനെ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല മമ്മി ഇവിടെ നിൽക്കാൻ, ഞാൻ ആ നാട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പപ്പ ആകപ്പാടെ വിഷമത്തിലായി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം എൻ്റെ രൂപ എല്ലാം നഷ്ടപ്പെടുത്തി. 2 ജോലിയൊന്നും ആയില്ല. അങ്ങനെ വീട്ടിൽ പല പ്രശ്നങ്ങളായി. ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. ഞാൻ ഇവിടെ എൻ്റെ സഹോദരൻ പറഞ്ഞു, ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്നില്ല, എനിക്ക് വയ്യ. അവിടെ ചെന്നാൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എനിക്ക് കഴിയത്തില്ല, അപ്പനും മക്കളുടെ വഴക്കാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു. വളരെയേറെ ഭാരപ്പെട്ടപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ദൈവത്തോട് പ്രാർത്ഥന, നമുക്കൊരു വഴി ദൈവം ഒരുക്കി തരുമെന്ന് പറഞ്ഞു. ഞാൻ വളരെയേറെ സങ്കടപ്പെട്ടു, കരഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് വൈകിട്ട് ശനിയാഴ്ചയാണ്, ഞാൻ ഞായറാഴ്ച പോകാൻ നിൽക്കുകയാണ്. ശനിയാഴ്ച എൻ്റെ മോൻ്റെ ഫോൺ വന്നു, മമ്മി അപ്പം എനിക്ക് നാളെ ഇൻ്റർവ്യൂവിന് പോകണം, തിങ്കളാഴ്ച ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒത്തിരി ഇൻ്റർവ്യൂവിന് പോയി, എന്നും മോന് ജോലി ഇതുവരെ ആയില്ല. പെട്ടെന്ന് എൻ്റെ സഹോദരി ഇവിടെ നിന്ന് പറഞ്ഞു, നീ വിശ്വസിക്കുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നുകൊണ്ട് പറ, ഞാൻ ഇവിടെ വന്നിട്ടില്ല, എനിക്ക് അച്ഛനെ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ സഹോദരിയുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു, കേട്ടു, അനുസരിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മകനൊരു ജോലി ലഭിക്കും, ഇന്ന് നീ നാളെ മോൻ ഇന്റർവ്യൂവിന് പോകും, അവിടെ ആ ജോലിയിൽ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ അന്നേരം അവിടെ പറഞ്ഞു, നീ ഇവിടെ വന്ന് ഒരു സാക്ഷിയായിട്ട് നിൽക്കണം, നിന്റെ മകന് ജോലി കിട്ടിയെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഭൂമിയുടെ അറ്റത്ത് എവിടെ വേണമെങ്കിലും പോയി ഞാൻ സാക്ഷിയായിട്ട് നോക്കാം, എൻ്റെ മകൾക്ക് ഒരു ജോലിയാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞു. അവർക്ക് പെട്ടെന്ന് തിങ്കളാഴ്ച ഞായറാഴ്ച ഇവിടുന്ന് പോയി. തിങ്കളാഴ്ച എൻ്റെ മോൻ ഇന്റർവ്യൂ പോയി. വൈകുന്നേരം ആയപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ടെക്നോ പാർക്കിലാണ് ജോലി ലഭിച്ചത്. പെട്ടെന്ന് ഫോൺ വന്നു, മമ്മി എന്നെ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ ആ വാക്ക് ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഞാൻ തീർച്ചയായിട്ടും വരാൻ. പെട്ടെന്ന് ഞാൻ ഷീബായ വിളിച്ചറിയിച്ചു, ഈ മോന് ജോലി കിട്ടി, ഞാൻ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാം. അപ്പോഴാണ് അടുത്ത മോനും പെട്ടെന്ന് ജോലിയായി. ചെന്നൈയിലേക്ക് ഒരു കമ്പനിയിൽ അവന് ഒരു സൂപ്പർവൈസറായിട്ട് കയറി. പിന്നെ അടുത്ത സംഭവം ഈയിടെയായി എനിക്ക് വീണ്ടും ഒരു പ്രശ്നമുണ്ടായി. സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നമുണ്ടായി. പെട്ടെന്ന് അവര് കേസ് കൊടുക്കും, അങ്ങനെ ചെയ്യും, 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ തമ്പുരാൻ അന്ന് വൈകിട്ട് ഞാൻ ഇവിടെ വന്ന് ആ സാക്ഷ്യവും കൂടി പറയാമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഞങ്ങൾക്കൊരു വിടുതൽ തന്നു. ഒന്നും കൊടുക്കേണ്ട, കേസില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പോവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, യേശുവിന് നന്ദി. കർത്താവിന്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. സാക്ഷ്യം പറഞ്ഞുകൊള്ളാവുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ജോലി ലഭിച്ചതും സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ സമാധാനം കിട്ടുവാൻ, കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അതിനും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇതൊന്നും മനുഷ്യരുടെ ശക്തിയാലല്ല, അവൻ്റെ നേട്ടത്താലല്ല, അവൻ്റെ ബുദ്ധിയുടെ ഇതെൻ്റെ വൈഭവമല്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ അതും സാധിച്ചു. നമുക്ക് ഈ 3 നിയോഗങ്ങളിലും ദൈവത്തിന് മഹത്വം കൊടുത്ത ആ സമയം അനുഗ്രഹമായി തീർന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.